എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനും ചീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈര്, പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം, ഇതിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ മുരിയണം എന്നില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. ചിക്കനൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നുറുക്കുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു തവ വെച്ച് കൊടുക്കാം അടുപ്പത്ത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ റെഡിയാക്കുന്ന പോലെ തന്നെ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. വളരെ നേരിയതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ സവാള ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതൊരു പകുതി ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു 3 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു പിസ്സയുടെയൊക്കെ ടേസ്റ്റാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിൽ ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലുള്ള ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്.
അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. 2 സൈഡിലേക്കാക്കി 2 പീസാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചീസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാതി ഭാഗം ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക, ഇതിൽ കാണുന്ന പോലെ. ഇത് കുറച്ചും കൂടി ചൂടായി വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ചട്ടകം കൊണ്ട് തന്നെ ഇത് തിരിച്ചിടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാതി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ ഈ ലെയറും അതേപോലെ ആക്കിയിടും. ഇതും ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിട്ടപ്പോൾ തിരിഞ്ഞു പോയി. നിങ്ങൾ എടുക്കുമ്പോൾ ഈ നമ്മൾ മസാല റെഡിയാക്കി വെച്ച ഭാഗം വേണം കേട്ടോ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും പൊട്ടാതെ തന്നെ കിട്ടും. ഇനി പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടുത്ത ലെയർ റെഡിയാക്കുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. അപ്പോൾ ഇനി ഈ സൈഡിലും നേരത്തെ നമ്മൾ റെഡിയാക്കിയ പോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഒട്ടും പൊട്ടാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് പാതി വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഇനി നമ്മൾ റെഡിയാക്കേണ്ടത്, സവാളയും തക്കാളിയൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ലാസ്റ്റത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തും കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസിൻ്റെയും ചിക്കൻ്റെയും ഇതൊക്കെ കൂടി ചേർന്ന് വന്നിട്ട് ഏകദേശം ഒരു പിസ്സയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.